റയാൻ കൂഗ്ലർ സംവിധാനം ചെയ്ത സിന്നേഴ്സ്. ഇങ്ങനെ ക്രീഡ് ഞാൻ പണ്ടെങ്ങാണ്ട് കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ബ്ലാക്ക് പാന്തറും കൂന്തറൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഈ സിനിമ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് തുടരും എന്നുള്ള സിനിമയുടെ ഒരു ഇതിൽ ഞാനങ്ങ് വിട്ടുപോയി ഇതിൻ്റെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ ഇപ്പം പറയാമെന്ന് വിചാരിച്ച്. ഈ പടം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതിൽ ഏറ്റവും നല്ല അഭിപ്രായം കേട്ട സിനിമയാണ്. വാമ്പയർ പടമാണ്, ഹൊററാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് പോയി കണ്ട സിനിമയാണ്. നിങ്ങളൊരു ഭയങ്കര പേടി, ജംപ് സ്കെയർ, വാമ്പയർ പരിപാടി ഒക്കെ പ്രതീക്ഷിച്ചൊക്കെയാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധനമൊന്നും ഇതിനകത്തില്ല. ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ നല്ല സിനിമയാണ്, ക്ലാസ് ആയിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വാമ്പയർ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകണ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് 1932 എങ്ങാണ്ടോ ആണ് വെസ്റ്റേൺ ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന വലിയ രീതിയിലുള്ള വർണ്ണവിവേചനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇരകളും അവരുടെ ഒരു സർവൈവൽ സമയത്തുള്ളതിനെ ഈ ഒരു ഫിക്ഷനും പരിപാടിയും മാജിക്കൽ റിയലിസം പോലെയൊക്കെ കാണിച്ച് വാമ്പയറിനെയൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ ഈ സിനിമയുടെ മെയിൻ അട്രാക്ഷൻ മൈക്കൽ ജോർദാൻ. ഇയാൾ ഡബിൾ റോളിലടായി. ഇയാൾക്ക് ഇതിൽ ഒരുത്തന് മറ്റേ കോച്ചുവാദമൊന്നുമില്ല, ഇത് മറ്റേതാണ് ഇതാണ് തിരിച്ചറിയാം. പക്ഷേ ഇയാൾ നൈസായിട്ട് ഈ മൈന്യൂട്ട് എക്സ്പ്രഷൻ ചേഞ്ചിലൂടെ നമുക്ക് കൃത്യമായിട്ടറിയാം. സ്മോക്ക്, സ്റ്റാക്ക്, ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ. ഇതിൽ ഏതാണ് സ്മോക്ക് ഏതാണ് മറ്റോ നമുക്ക് എവിടെ ചേട്ടി മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ട് ഇയാൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ആക്ഷൻ സീൻസിലും ഗംഭീരമായിരുന്നു. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയാണ്. ഇവർ ഒരു ക്ലബ്ബ് തുടങ്ങിയാണ് കറുത്തവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പഴയ കുറച്ച് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. അത് അതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ഈ വാമ്പയർ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. വാമ്പയർ പരിപാടി വന്നിട്ട് വാമ്പയേഴ്സും മനുഷ്യന്മാരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അത് അത്രയും ക്ലാസ് സാധനമായിരുന്നു. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകളതായിരുന്നു. ഇവരുടെ ഒരു കോൺവെർസേഷനിൽ അവർ സംസാരിച്ചു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലൈമാക്സ് പോർഷൻ വരുമ്പോൾ ഇതിരിക്കുന്നത് അതിൻ്റെ CGI ചെയ്തിരിക്കുന്നതാണെങ്കിലും ടെക്നിക്കലി സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും VFX ചെയ്തിരിക്കുന്നതാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് 1-2 ഞെട്ടിപ്പിച്ചിട്ടുണ്ട് സാധനം. ഞാൻ 4DXലാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ ഈ ജംപ് സ്കെയർ വരുന്ന സമയത്ത് ഇത് കുലുങ്ങുമ്പോൾ ഒരു സംഭവമുണ്ട്. എസ്പെഷ്യലി ഒരു പാമ്പിൻ്റെ ഒരു പരിപാടിയുണ്ട്, അത് ഞെട്ടിയിട്ടുണ്ട്. എന്ന് പറയുന്നത് ഇത് OTT ഒന്ന് കാണുമ്പോഴൊന്നും ഈ ഞെട്ടലും ഒന്നും ഇല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ ഹൈ മൊമെൻറ്റ് ഒന്നുമില്ല. ഇവർ ഹൊറർ പരിപാടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അത് വേറൊരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഒരു ഹൊറർ പടം പിടിക്കുന്ന ടെംപ്ലേറ്റിലേ അല്ല ഇത്. നമുക്ക് ഇതിനിങ്ങനെ ഒരു തുടക്കം കാണും, ഇടയ്ക്ക് ഇങ്ങനെയാണ് എൻഡിങ്, അങ്ങനെ ഒന്നുമല്ല. പുതുമയുള്ള ഒരു രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നല്ല നല്ല ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഹൈ ഒരു സാധനം, ഒരു മാസ്, ഒരു ഗൂസ് ബംസ് ഹൊറർ അങ്ങനെ വലിയ സംഭവങ്ങൾ പരിപാടികളൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഒരു 18+ സിനിമയാണ്. നല്ല രീതിയിൽ സെക്ഷുവൽ കണ്ടൻ്റ് ഉണ്ട്, നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ ഗ്ലാമർ കാണാൻ പോകുന്നവരോട് പോകണ്ട, അങ്ങനെയല്ല. പലതൊക്കെ ഭയങ്കര ഓക്വേർഡായിട്ട് ഒരു തുപ്പൽ വെച്ചിട്ടുള്ള ഒരു സാധനം. എനിക്ക് അത് കണ്ടപ്പോഴേ എനിക്ക് പുല്ലിച്ച് അവൻ ഇങ്ങനെ ഒരു മൈൻഡ് ആയിപ്പോയി. അതിനുശേഷം കുറച്ച് സീനുകളൊക്കെ എനിക്ക് അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റ് ആയില്ല. എന്തിനവന്മാർ ഇങ്ങനെ കാണിച്ചു വെക്കണം എന്നൊക്കെ ആലോചിച്ച് പോയി. അങ്ങനെ എനിക്ക് ഇത് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ ഹാങ് ഓവർ നിൽക്കുക. അതുകൊണ്ടാണോ എന്നുണ്ട് ചില സീനുകളൊക്കെ പിന്നെ അങ്ങോട്ട് എനിക്ക് ഡൗൺ ആയി പോയതുപോലെ ഫീൽ ചെയ്ത്. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു പുതുമയുള്ള അറ്റംപ്റ്റുള്ള നല്ല മേക്കിംഗ് ക്വാളിറ്റിയുള്ള ഒരു സിനിമയായിട്ടാണ് സിന്നേഴ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച് അങ്ങനെ തോന്നിയില്ല. എന്തരാ വരട്ടെ.